ഹായ്, ലിസീസ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ്. താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഏലക്കപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടി ഇല്ലാത്തത് കൊണ്ട് 2 ഏലക്കയുടെ അകത്തുള്ള സീഡ്സ് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ തോലിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് ചൂടായി വന്ന സമയത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്നാക്സിന് കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് അത് കൈവച്ച് തന്നെ അമർത്തി അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരും. അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് പാലിന് 1/2 കപ്പ് റവ എന്നതാണ് കണക്ക്. അപ്പോൾ ഈ പാലിൽ കിടന്ന് റവ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ചപ്പൊക്കെ മാറി ഒന്ന് കുക്കായി വന്ന ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ നമുക്കിതേ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് കുക്കായി വന്ന് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടണം. നമ്മുടെ സ്നാക്സിൻ്റെ അകത്ത് ഒരു ഫില്ലിങ്സ് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളതിലുള്ളത് ഏതാണ് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബദാമാണുള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായി വന്നാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ റവയുടെ മിക്സ് ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയൊരു ബോൾ വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ, ചെറിയൊരു നീണ്ട ഷേപ്പിലാണെങ്കിൽ അങ്ങനെ, ഏത് ഷേപ്പിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ ഒരു നീണ്ട ഷേപ്പിനാണ് എടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് നമ്മളിപ്പോൾ ബോൾ പോലെ എടുത്തതിന് ശേഷം കൈവച്ച് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സീൽ ചെയ്ത് ഒന്നുകൂടി ഒന്ന് കൈവച്ച് തന്നെ ഉരുട്ടി കൊടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് കൈവച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇഡലിയുടെ പാത്രത്തിൽ നമുക്ക് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് നേരം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ തേങ്ങയുടെ ആ ബ്ലാക്ക് സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കും. ചെറിയ തരിതരിപ്പോടുകൂടിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതൊന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. ആ വൈറ്റ് കളറ് മാറാൻ പാടില്ല, ഗോൾഡൻ കളറൊന്നും ആകാൻ പാടില്ല. ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഒരിച്ചിരി ഭംഗി കിട്ടുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടൊരു വൈറ്റ് കളറ് ആകണ്ട എന്ന് വെച്ചാണ് ഞാനിപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ. അത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.